വൈശാഖനോട് വർക്ക് ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. വൈശാഖനും പപ്പയണ്ണൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് സ്കൂളാണ്, എല്ലാ സ്വാതന്ത്ര്യവും തരും. അപ്പോൾ പപ്പയണ്ണ പപ്പടം ചോദിക്കും, എന്താ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണോ, നീ പോയി ഷൂട്ട് ചെയ്തോ എന്ന് പറയും. വേണ്ട ഞാൻ അവിടെ നിന്ന് കണ്ടോളാം എന്ന് പറയും. നമുക്ക് വൈശാഖനും പപ്പയണ്ണും ഒരുപാട് എനിക്ക് കുറേ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. പത്മകുമാർ സാർ, അത് 10ാം ക്ലാസ് ചെയ്ത് പപ്പയണ്ണാണല്ലോ. അപ്പം ഇവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, സിനിമയിലെ ഇതാണ് സിനിമ എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതിന് ആ തന്ന പാഠമൊക്കെ തന്നെയാണ് ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ വീഴാതെ ഇങ്ങനെ സൈഡിൽ കൂടെ പോകാൻ പറ്റുന്നത്. ഞങ്ങളൊരു പുതിയ സ്ക്രിപ്റ്റ് കൊണ്ട് പോകണമെങ്കിൽ വൈശാഖിൻ്റെ അടുത്ത് പോയാൽ മതി. വൈശാഖിന് ഉറപ്പായിട്ടും കഥ കേൾക്കും. വൈശാഖിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ ആര് വിളിച്ചാലും ഫോൺ എടുക്കുന്ന ആളാണ്, കഥയും കേൾക്കും. നല്ല കഥയാണെങ്കിൽ പുള്ളി നല്ല ഐഡിയ ഉള്ള മനുഷ്യനാണ്. പുള്ളി നിങ്ങൾ കൊണ്ടുപോകുന്ന കഥയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പുള്ളി അത് മാറ്റിത്തരും. അത് എനിക്കൊരു ത്രില്ലർ ബ്രൗണ്ട് സ്ക്രിപ്റ്റ് ഉണ്ട്. ഞാനിപ്പം വൈശാഖിനെ കാണുന്നതാണോ അഭിലാഷിൻ്റെ അഭിപ്രായത്തിൽ? എനിക്ക് ത്രില്ലർ നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് പോരാ. അങ്ങനെയല്ല, ഞാനിപ്പോൾ കുറച്ച് കഥകൾ കേൾക്കുന്നുണ്ട്. എൻ്റെ കഥ ഞാൻ എഴുതുന്ന കഥ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയല്ല, ഞാൻ ഔട്ട്സൈഡേഴ്സ് കുറച്ച് റേറ്റുള്ള അസംബിൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ കഥകൾ കേൾക്കുന്നുണ്ട്. ഞാൻ റൈറ്ററാണ്, ഞാൻ ചോദിക്കാൻ എഴുതുന്ന ആളോട് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ പറയുന്നില്ല. ധൈര്യമായിട്ട് പോലെ നല്ല പരിപാടികൾ നമുക്ക്, അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും നല്ല ഡയറക്ടേഴ്സിലേക്ക് ഞാൻ കണക്ട് ചെയ്ത് തരാം. സെറ്റ്. ഞാൻ എൻ്റെ സ്വഭാവം അതാണ്. കാരണം വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്ത് നമ്മൾ പടം ചെയ്യാമെന്ന് വിളിക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. എനിക്ക് പടം ചെയ്യണമെന്ന് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഡയറക്ടേഴ്സും ഉണ്ട്. സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് പെട്ടെന്ന് പോകാത്തത്. അപ്പോൾ നിങ്ങളുടെ ബൗണ്ട് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ വിട്ടേക്കാം.